ഞാൻ വളരെ എന്റർടൈൻഡായി ഞാൻ ഹൈപ്പായിട്ടിരിക്കുകയാണ് പടത്തില് പാട്ടൊക്കെ കണ്ടിട്ട്. കിട്ടുന്ന പടമാണ്. ഗ്രേസിനാണെങ്കിലും ഗ്രേസ് ഇവരൊക്കെ കോമഡി, ഗ്രേസിന്റെ കോമഡിയിലൊക്കെ. ഹലോ, ശരി. ഹലോ, നമസ്കാരം. എൻ്റെ പേര് വിഷ്ണു ശ്യാം. ഈ സിനിമയുടെ പശ്ചാത്തല സംഗീതവും ഈ നോണക്കുഴിയിൽ തുടങ്ങുന്ന ടൈറ്റിൽ സോങ്ങും ഞാനാണ് കമ്പോസ് ചെയ്തത്. ഹലോ, പാട്ട് വന്നിട്ടോ? പോയി പടം പറയാൻ പറഞ്ഞിട്ടുണ്ട്. But so sorry sir, I've been seeing you since childhood and for me you are a superstar, right? That's right. തീർച്ചയായിട്ടും ഒരു കൈയടി കൊടുക്കാം. Let's give them a round of applause. Ladies and gentlemen, running a theatre near you, നോണക്കുഴി, തീർച്ചയായിട്ടും ഇന്ന് തന്നെ പോയി കാണുക. Thank you so much. Thank you team. Thank you. മ്യൂസിക് ഡയറക്ടർ വിഷ്ണു ജെ, അങ്ങനെ എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. സോറി, ഞാൻ വേറൊരു നിമിഷം വിട്ടുപോയി. പ്രശാന്ത് മാധവ്, ഐ എം സോ സോറി. ഒരു കൺഫ്യൂഷൻ. ഞാനിങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ഇച്ചിരി സ്റ്റേജ് ഫ്രൈറ്റ് ഉള്ള ഒരാളാണ്, അതുകൊണ്ട് വിട്ടുപോയതാണ്. എനിവേ, താങ്ക് യു സോ മച്ച്. ഇനിയും ഞങ്ങൾ ചെയ്യുന്ന സിനിമകൾക്ക് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. Performances ആണുള്ളത്. So please take your seats and I would like to invite J. Unnithan, Rajat Prakash and Sanu PS. ഈ മൂവിയിലെ ഒരു ഹിറ്റ് പാട്ട് നമുക്ക് കേൾക്കാം. Hallelujah എന്ന് തുടങ്ങുന്ന ഗാനമാണ്. So requesting gentlemen to kindly come on stage for the performance. Let's give them a round of applause. നല്ലൊരു കൈയടി കൊടുക്കാം നമുക്ക്. പ്രിയമുള്ളവരെ, ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ നോണക്കുഴി കണ്ടവരാണോ എന്ന് എനിക്കറിയില്ല. കണ്ടതാണോ? അല്ല, ശരി. അപ്പോൾ ജിത്തു ജോസഫ് എന്തായാലും വെറുതെ ഒരു സിനിമ എടുക്കില്ല. അത് മലയാളികൾക്കെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും ഓരോരോ പ്രത്യേകതകളുണ്ട്. നേരെന്ന് പറഞ്ഞ സിനിമയിൽ ഞാനില്ലായിരുന്നു. അപ്പം ഈ ഷൂട്ടിംഗ് നടക്കുമ്പോൾ നേരിൻ്റെ ട്രെയിലർ എന്നെ ജിത്തു ജോസഫ് കാണിക്കുകയുണ്ടായി. എന്നോട് ചോദിച്ചു, കൊള്ളാമോ? ഞാൻ ട്രെയിലറൊക്കെ കണക്ക് തന്നെ. പക്ഷേ ജിത്തു ജോസഫ് വെറുതെ ഒരു സിനിമ എടുക്കില്ല എന്ന് മലയാളികൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ സിനിമ ഒരു വിജയമായിരിക്കും ഞാൻ പറഞ്ഞില്ലേ, ജിത്തു ജോസഫിനോട് പറഞ്ഞു. കറക്റ്റായിട്ട് വന്നു. അതുപോലെ തന്നെ നോണക്കുഴിയും മലയാളികൾ ഏറ്റെടുത്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഫാമിലി. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നുണ പറഞ്ഞിട്ടുള്ള എല്ലാവരും ഈ സിനിമ ഒന്ന് കാണണം. അങ്ങനെയാണെങ്കിൽ 99% ആൾക്കാർ കാണേണ്ടി വരും. അതുകൊണ്ട് നോണക്കുഴി എന്നുള്ള സിനിമ കാണണം. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ഈ സിനിമ കണ്ടിട്ടാണ് അഭിപ്രായം പറയുന്നത്. കൊള്ളാമെങ്കിലേ ഞാൻ കൊള്ളാമെന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയും കൊള്ളില്ല. നിങ്ങൾ കാണരുതെന്ന് ഞാൻ തന്നെ പറയും. അപ്പോൾ ഇത് കൊള്ളാം. 2 മണിക്കൂർ 5 മിനിറ്റ് നന്നായിട്ട് ചിരിക്കാനുള്ള വകയൊക്കെ അതിനകത്തുണ്ട്. നമ്മുടെ നായകന് നിങ്ങൾക്കറിയില്ലല്ലേ, ഇപ്പം കുടുംബ പ്രേക്ഷകരുടെ പയ്യനാണ് ബേസിൽ.
ബേസിൽ കൊടുത്തിട്ടുണ്ട് പടത്തിൽ. ഈ വേറെ പ്രത്യേകത, ബേസിൽ ചെയ്ത് നമ്മൾ മലയാള സിനിമയിൽ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അതാണ് ബേസിലിൻ്റെ പ്രത്യേകത. ബേസിലിന് വേണ്ടി ഉണ്ടാക്കുന്ന കഥകളാണ്. അപ്പോൾ ഈ സിനിമ എല്ലാവരും കാണണം. കൊടുക്കുന്ന കാശ് മുതലാണ്, ഞാൻ ഗ്യാരണ്ടിയാണ്. പിന്നെ കണ്ടിട്ട് കൊള്ളില്ലെന്ന് വിളിച്ച് പറഞ്ഞാൽ ഞാൻ പൈസ തിരിച്ചറിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ ശരി. We have scriptwriter K. Krishnakumar with us as well, sir. Kindly join us. Mr. Binu Papu, please. സ്റ്റേജിലേക്ക് ആര് വന്നാലും നല്ലൊരു കൈഡി കൊടുക്കേണ്ടത് തന്നെയാണ്. Yes. Mr. Altaf Salim. Mr. Saiju Kuru. Mr. Baiju Santosh. Sir, ഇവിടെ എത്തിയിട്ടില്ല. നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇവരൊക്കെ പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ല. സിനിമ കണ്ടവരൊക്കെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തു, വിളിച്ചു, ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞു. അപ്പം കാണാത്തവർ സിനിമ പോയി കാണുക. ഇറ്റ്സ് എ കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനർ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനും ആദ്യമായിട്ടാണ് ജീതു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പം താങ്ക് യു. Thank you so much. Okay, നമുക്ക് ട്രെയിലർ കാണാം. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒന്ന് പറയട്ടെന്ന് പറയാൻ സംഭവിക്കില്ല. എല്ലാവർക്കും നോക്കാൻ Sorry, ladies and gentlemen, tiny technical issue. അത് കറക്റ്റ് ചെയ്തതിന് ശേഷം എനിക്കൊരു നന്ദി പറയാനുള്ളത് ഈ നുണക്കുഴി എന്ന് പറയുന്ന സിനിമയെ ഇതുപോലെ ഒരു വിജയമാക്കി തീർത്ത, ഇതുപോലെ സ്വീകരിച്ച മലയാളി പ്രേക്ഷകർക്കാണ്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ വളരെ ക്രൂഷ്യലായിരുന്നു. ഒരു യൂഷ്വൽ പാറ്റേണിൽ നിന്ന് മാറി വേറെ അറ്റംപ്റ്റ് നടത്തുമ്പോൾ ഭയങ്കരമായ ടെൻഷൻ ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് കൃഷ്ണകുമാറിനോടാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കഥയും നല്ലൊരു കെട്ടുറപ്പുള്ള ഒരു സ്ക്രിപ്റ്റും എനിക്ക് തന്ന കൃഷ്ണകുമാറിനെ ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ നായകൻ ബേസിൽ, ഗ്രേസ് ആൻ്റണി, സൈജു, അൽത്താഫ്, ബിനു, പിന്നെ ബൈജു വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സിദ്ദിഖേട്ടൻ. ഇതിനകത്ത് അഭിനയിച്ചവരെല്ലാം അവരവരുടെ റോളുകൾ അതിഗംഭീരമായി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത്. കാരണം ഒരു ഹ്യൂമർ സിനിമയിൽ ഒരു ഡയലോഗ് എഴുതിയത്, ഒരു സ്ക്രിപ്റ്റ് എഴുതിയതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ. അതാണ് ഇപ്പോൾ സത്യം പറഞ്ഞ തിയേറ്ററുകളിൽ കാണുന്നത്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. ഇതിൽ എത്ര പേര് സിനിമ കണ്ടോന്ന് എനിക്കറിയില്ല. സിനിമ കാണാതെ നിങ്ങളുടെ മുമ്പിലൊന്നും ഞങ്ങൾ ഇതൊക്കെ പറയുന്നതുകൊണ്ട് വല്ല കാര്യമൊന്നും അറിയില്ല. എന്തായാലും നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ സിനിമ പോയി കാണാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ളൊരു പ്രൊജക്റ്റായിരുന്നു. കാരണം ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടർ സിനിമയെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ത്രില്ലർ സിനിമയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കൊലപാതകമൊക്കെ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് കോമഡി സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബ്രേക്ക് ആവശ്യമായിരുന്നു. കാരണം സ്ഥിരമായിട്ട് കൊല ചെയ്ത് ശരിക്കും ആരെങ്കിലും കൊല്ലുമോ എന്ന് പേടിച്ചിട്ടാന്ന് തോന്നുന്നു ഒരു കോമഡി സിനിമ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു വന്നത്. പക്ഷേ ഈ സിനിമയിലും ഉണ്ടായിരുന്നു ഡെഡ് ബോഡി ഇല്ലാതെ ജിത്തു ചേട്ടൻ സിനിമയെ പറ്റാത്ത ഒരവസ്ഥയായി. എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾക്കും അഭിനയിക്കുമ്പോൾ അങ്ങനെ കുറേ ഇത്രയും സീനിയേഴ്സായിട്ടുള്ള ആക്ടേഴ്സിലൂടെ ഞാൻ ഇത്രയും പേരുടെ ഒരുമിച്ച് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. സിദ്ദിഖൊക്കെ ഉണ്ട്, മനോജേട്ടനുണ്ട്, ബൈജു ചേട്ടനുണ്ട്, സൈജു ചേട്ടനുണ്ട്, അജു ചേട്ടനുണ്ട്, ബിലു ചേട്ടനുണ്ട്, പിന്നെ അൽത്താഫുണ്ട്, ഗ്രേസ് ഉണ്ട്. പിന്നെ കുറേ ആക്ടേഴ്സുള്ള സിനിമയാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ കൂടെ ഒരുമിച്ച് അഭിനയിക്കുന്നത് എനിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു.
പിന്നെ ഹ്യൂമർ സിനിമ ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ള ഒരു ടെൻഷൻ നമുക്കും ഉണ്ട്. അത് കൂടി പോവോ കുറഞ്ഞു പോവോ, ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ട്രിക്കിയാണ്. പക്ഷേ എന്തായാലും ആൾക്കാർ ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. നമ്മൾ ചെയ്തത് ആൾക്കാർക്ക് വർക്കൗട്ട് ആവുന്നുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. എല്ലായിടത്തും നല്ല അഭിപ്രായങ്ങളാണ് വരുന്നത്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഹൗസ്ഫുള്ളായിട്ട് സിനിമ എല്ലായിടത്തും കേരളത്തിലുടനീളം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളും കാണാത്തവരെല്ലാവരും പോയി സിനിമ കാണുക. അപ്പോൾ ഈ സിനിമയുടെ വിജയത്തിൻ്റെ ഭാഗമായ ഇങ്ങനൊരു അവസരം തന്ന ജിത്തു ചേട്ടനും റൈറ്റർ കൃഷ്ണകുമാറേട്ടനും മറ്റ് കോ ആക്ടേഴ്സിനും പിന്നെ ടെക്നിക്കൽ ക്രൂ ഇവിടെ ഇരിക്കുന്ന സതീഷ് ചേട്ടനും ആർട്ട് ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറുണ്ട്, JK ഉണ്ട്, വിഷ്ണു ഉണ്ട്, എഡിറ്ററുണ്ട്, പിന്നെ അതുപോലെ നിൻ്റെ ചേച്ചിയുണ്ട്. അതുപോലുള്ള എല്ലാ ക്രൂവിനോടുള്ള നന്ദി അറിയിക്കുന്നു. സിനിമ കണ്ട് വിജയിപ്പിച്ച നിങ്ങളിലുള്ളവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഫോറം ആളിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ഇതുപോലെ ഇനി അടുത്ത സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾ വരും കാണും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. ഞാനും ജിത്തു ഒരുമിച്ചിട്ടുള്ള മൂന്നാമത്തെ സിനിമയാണിത്. 12th മാൻ, കൂമൻ, ഇപ്പോൾ നുണക്കുഴി. 3 സിനിമകളും വലിയ രീതിയിൽ പ്രേക്ഷകർ സ്വീകരിച്ചതിൽ വലിയ സന്തോഷം. അതിന് അത്രയും മനോഹരമായിട്ടത് സംവിധാനം ചെയ്ത് പ്രേക്ഷകരുടെ ഒരു സ്വീകാര്യതയിലേക്ക് എത്തിക്കുന്നതിൽ ജിത്തു വഹിച്ച പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ജിത്തുവിനോട് ഞാൻ അതിന് പ്രത്യേകമായിട്ട് കടപ്പെട്ടിരിക്കുന്നു. പിന്നെ നുണക്കുഴി എന്ന് പറയുന്ന ഒരു സിനിമ അറ്റംപ്റ്റ് ചെയ്തത് ഇപ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ റിസ്ക് ആയിട്ടാണ് തോന്നുന്നത്. കാര്യം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാത്ത, ഞാൻ 2 ത്രില്ലറുകളാണ് എഴുതിയത്. ജിത്തു ആണെങ്കിലും കുറച്ചധികം ത്രില്ലറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു കോമഡി പടം എഴുതി നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചത് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചെറിയ ഭയത്തോടു കൂടിയാണ് കാണുന്നത്. പക്ഷേ അതിനകത്തിൽ അഭിനയിച്ച ബേസിൽ, ഗ്രേസ്, സൈജു, അൽത്താഫ്, ബിനു, പിന്നെ ബൈച്ചേട്ടൻ, സിദ്ദിഖേട്ടൻ, മനോജേട്ടൻ, എല്ലാവരും തന്നെ അതിൽ അഭിനയിച്ച എല്ലാവരുടെയും മികച്ച പെർഫോമൻസ് കൊണ്ട് സിനിമ നല്ല രീതിയിൽ തിയേറ്ററുകളിൽ സ്വീകരിക്കപ്പെടുന്നു. പ്രേക്ഷകർ വളരെ ആഹ്ലാദത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയാണ് തിയേറ്റർ വിട്ടിറങ്ങുന്നത്. അപ്പം ഞങ്ങളുടെ സിനിമയെ 2 കൈ നീട്ടി സ്വീകരിച്ച പ്രേക്ഷകരോടുള്ള എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ അവസരം തന്ന ഫോറം ഹാളിനോടും അതിൻ്റെ ഭാരവാഹികളോടുമുള്ള ഒരു നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇതിനെപ്പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ ഇനി ബേസിൽ പറഞ്ഞു. Forum Kochi, let's give them a round of applause. The entire team of Gunapuri.
ഗുഡ് ഈവനിങ് എവരിവൺ. നിങ്ങളുടെ എല്ലാ തിരക്കിൻ്റെ ഇടയിലും കുറച്ചു നേരം നിങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക്സ്. ഞാനും ആദ്യമായിട്ടാണ് ജിത്തു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ബേസിൽ പറഞ്ഞ അതേ ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഞാനും ഈ സിനിമയെ ആദ്യം അപ്രോച്ച് ചെയ്തത്, ത്രില്ലർ ആയിരിക്കുന്നത്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് കോമഡി മൂവി ആണെന്ന്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെപ്പോലെയുള്ള ആക്ടേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പടം, വർക്ക് ചെയ്യുന്ന പടം ആളുകളിലേക്ക്, കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നുണക്കുഴി അങ്ങനെ ഓൾമോസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിലൊരുപാട് സന്തോഷമുണ്ട്. പടം കാണാത്തവരെല്ലാവരും പോയി കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് എലമെന്റ്സ് ഉണ്ട് ഈ സ്ക്രിപ്റ്റിൽ. അതെല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു റൈറ്റർ ഉണ്ട്. അപ്പോൾ എല്ലാവരും പോയി പടം കാണുക. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ആദ്യം നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു. ഞങ്ങളുടെ സക്സസ് മീറ്റിൽ നിങ്ങൾ ഞങ്ങളൊപ്പം തന്നെ പങ്കെടുക്കാൻ കാണിച്ച സന്മനസ്സിന് നന്ദി. ഇവരൊക്കെ ആദ്യമായിട്ടാണ് ജിത്തുവിൻ്റെ പടത്തിൽ അഭിനയിച്ചത്. പക്ഷേ എനിക്ക് ജിത്തു ജോസഫിൻ്റെ പടം ഒരു കുത്തരിയല്ല, എൻ്റെ രണ്ടാമത്തെ പടമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ. ഇനിയും വേറൊരു ജോണറിൽ ജിത്തുവിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ ഇവിടെ എത്ര പേര് സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ കുറച്ച് പേരെങ്കിലും ഇത് നമ്മുടെ നുണക്കുഴി കണ്ടു കാണുമായിരിക്കും. അപ്പൊ കാണാത്തവര് കണ്ടവരോടൊന്ന് ചോദിക്കുക എങ്ങനെയുണ്ട് പടം. ഇത്രയും കോൺഫിഡൻസ് ഞാൻ കാണിക്കുന്നത് കാരണം കണ്ടവരൊക്കെ കുറെ പേര് ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഓൺലൈൻ റിവ്യൂസൊക്കെ കാണാം. ഒരുപാട് ചിരിക്കാനുള്ളൊരു പടമാണ്. അത്രയും ബ്രെയിൻ യൂസ് ചെയ്യേണ്ട, നമ്മളൊരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയത് നുണക്കുഴി. അപ്പം ഒരുപാട് ലോജിക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. ജിത്തുവിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ നമ്മളൊരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ലൂപ്പ് ഹോൾസും കവർ ചെയ്ത് നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു ഹ്യൂമർ സിനിമ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പല സാഹചര്യത്തിലും ചെറിയ ലൂപ്പ് ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ഞാൻ ഒരുപാട് വലിച്ചു കിട്ടുന്നില്ല. നിങ്ങൾ എല്ലാവരും കാണാത്തവർ ഉറപ്പായിട്ടും പോയി സിനിമ കാണുക. ഒരുപാട് നന്ദി. താങ്ക് യു.